भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണൻ തൻ്റെ ഹാസം നിറയും അനുപമസുന്ദര ചുണ്ടിലെന്നും രാഗത്തിൻ തേൻ ചുരത്തും മധുരമുരളിയെ ഞാനിതാ കൈതൊഴുന്നേൻ. സൗകര്യം കിട്ടുമെങ്കിൽ ഭവതി മുരളികയൊന്നു നീ ചൊല്ലിടേണം. ഞാനാകുന്നോരു ജന്മ പശുവിനുടെ കഥ നന്ദജൻ തൻ്റെ കാതിൽ. ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 774 ദിവസത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഭഗവദുദ്ധവ സംവാദത്തിലെ ഭഗവാന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏകാദശ സ്കന്ധം 7-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു. ഭഗവാൻ പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, നീയെ ബന്ധുക്കളിലും സ്വജനങ്ങളിലുമുള്ള സ്നേഹത്തെ ഉപേക്ഷിക്കൂ, പരിത്യജിക്കൂ. എന്നിട്ടോ മനസ്സിനെ മയി ആവേശ്യ, എന്നിൽ പ്രവേശിപ്പിക്കുക, ഭഗവാനിലേക്ക് മനസ്സിനെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഈ ഭൂമിയിൽ സഞ്ചരിക്കുക. ഭഗവാൻ പിന്നീട് പറയുകയാണ്, യദിതം മനസാ വാചാ ചക്ഷുർഭ്യാം ശ്രവണാദിഭി നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാമനോമയം. മനസ്സ വാച ചക്ഷുർഭ്യാം ശ്രവണാദിഭി, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കണ്ണുകൾ കൊണ്ടും ശ്രോത്രാദികൾ കൊണ്ടും ഗൃഹ്യമാണം, ഗ്രഹിക്കപ്പെടുന്നത്, കണ്ണുകൊണ്ട് കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്, മനസ്സുകൊണ്ട് അറിയുന്നത്, യതീതം ഏതാണോ ഇതൊക്കെ തന്നെയും നശ്വരം, നശിക്കുന്നതാണ്. മനോമയം, മനസ്സിൻ്റെ കൽപ്പന മാത്രമാണ്. അതുകൊണ്ട് മായാ ഇതി വിദ്ധി, ഇത് മായയാണ് എന്ന് നീ മനസ്സിലാക്കൂ. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കണ്ണുകൊണ്ടും ശ്രോത്രാദി ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് മുഴുവൻ നശിക്കുന്നതാണെന്നും മനസ്സിൻ്റെ കൽപ്പന മാത്രമാണ് ഇത് എന്നും ഉറപ്പിക്കുക. അപ്പം കൽപ്പിതമാകയാൽ വാസ്തവത്തിലുള്ളതല്ല, മായാവികാരമാണ് എന്ന് അറിയണം.
അപ്പൊ സ്വജന ബന്ധു സ്നേഹത്തെ ഉപേക്ഷിക്കണമെന്ന് മുമ്പ് പറഞ്ഞു ഇല്ലേ? അത് സഫലമാകണമെങ്കിൽ എന്ത് വേണം? ഈ വിഷയങ്ങളിൽ വൈരാഗ്യം അല്ലെങ്കിൽ വിരക്തി ഉണ്ടാവണം. വസ്തുക്കളുടെ നാശം അറിയാതെ ആ വസ്തുക്കളിൽ സ്നേഹം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല എന്നാണ്. നശിക്കുന്നതാണ് എന്ന് ബോധം വന്നു കഴിഞ്ഞാൽ സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരും അല്ലേ? ആലോചിച്ചു നോക്കൂ. അപ്പൊ നശിക്കുന്നതാണ് എന്ന് ബോധം ഉറച്ചാൽ യഥാർത്ഥമായി അതിനെ സ്നേഹിക്കാൻ പറ്റില്ല. നമുക്ക് തന്നെ അറിയാം, ഒരു വസ്തു അത് ജീവനുള്ളതാവട്ടെ ജീവനില്ലാതാവട്ടെ അത് നശിക്കുമെന്ന അറിവ് വന്നാൽ ആ വസ്തുവിൽ വലിയ സ്നേഹം ഉണ്ടാവില്ല. അപ്പോൾ വിഷയവൈരാഗ്യം ഉണ്ടാവാൻ ഭഗവാൻ വസ്തുവിൻ്റെ തത്വത്തെ ഉദ്ധവന് ഉപദേശിക്കുകയാണ്. ലോകത്തിൽ ഇന്ദ്രിയാദികൾ കൊണ്ട് ഗ്രഹിക്കുന്നത് മുഴുവൻ എന്താണ്? മനക്കൽപ്പിതമാണ്, വാസ്തവത്തിലുള്ളതല്ല. അപ്പൊ കാണപ്പെടുന്നതൊക്കെ നശിക്കും എന്ന് നീ ധരിക്കുക. അങ്ങനെ ആ നിത്യാനിത്യ വസ്തു വിവേകം ഇതാണ് ആദ്യം നമുക്ക് ഉണ്ടാവേണ്ടത്. ഇതുറയ്ക്കാതെ തത്വജ്ഞാനം ഉണ്ടാവില്ല. അപ്പോ പരമഭക്തനായ ഉദ്ധവനോടും ഭഗവാൻ ഇത് തന്നെയാണ് അടിവരയിട്ട് പറയുന്നത്. സാധനാസമ്പന്നമായ ഒരു ശബരിയുടെ അധികാരിയാണ് ഉദ്ധവൻ. സാധു സമ്പ്രദായത്തെയും ശിഷ്യപരമ്പരാക്രമത്തെയും വിവേകമെന്ന ഗുണത്തെയും ഒക്കെ പ്രബലമാക്കാൻ, അതിനെ ശക്തിപ്പെടുത്താൻ ഭഗവാൻ പറയുകയാണ്, ഈ ലോകത്തിൽ നാം കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും മനസ്സുകൊണ്ട് മനസ്സിലാക്കുന്നതും ഒക്കെ നശിക്കുന്നതാണ് എന്ന് ഉറപ്പിക്കുക. നശിക്കാത്തത് എന്തു മാത്രമേ ഉള്ളൂ? അനശ്വരമായിട്ടുള്ളത്. അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. പുംസോയുക്തസ്യ നാനാർത്ഥോ ഭ്രമസ്സ ഗുണദോഷഭാഗ് കർമാകർമ്മ വികർമ്മേതി ഗുണദോഷധിയോഭിത. അയുക്തസ്യ, മനസ്സിനെ അടക്കാത്ത ഒരാൾക്ക് നാനാർത്ഥ, പലതരത്തിലുള്ള പദാർത്ഥമുണ്ട് എന്നുള്ള ഭ്രമം ഉണ്ടാവും. അവൻ ഗുണദോഷഭാഗ്, ഗുണദോഷങ്ങളുള്ളവനായിട്ട് മാറും. ഗുണദോഷധിയ, ഗുണദോഷബുദ്ധിയുള്ളവനായി മാറും. അങ്ങനെ വരുമ്പോൾ കർമ്മങ്ങൾ വിഹിത കർമ്മമെന്നും വിഹിതത്തെ ചെയ്യാതിരിക്കലെന്നും വികർമ്മം നിഷിദ്ധാചരണം എന്നുള്ള കർമ്മമെന്നൊക്കെയുള്ള ഭേദം ഉണ്ടാവണമെന്നാണ്. ഇപ്പൊ വേദത്തിൽ ഭേദം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നത് കർമ്മം, ഇന്നത് വികർമ്മം, ഇന്നത് അകർമ്മം. അപ്പോ എന്തുകൊണ്ടാണ്? അപ്പൊ ഭ്രമം കൊണ്ടാണ് ലോകത്തിൽ നാനാത്വ ബുദ്ധിയുണ്ട് എന്ന് പറയുന്നതെങ്കിൽ ഭ്രമം നിമിത്തം ഗുണദോഷ ഉള്ളവനെ കുറിച്ചാണ് വേദം പറയണത്. അതുകൊണ്ട് വേദത്തിൽ കാണപ്പെടുന്ന ഭേദകൽപ്പന അറിവുള്ളവർക്കല്ല, അറിവില്ലാത്തവരെ ഉദ്ദേശിച്ചിട്ടാണ്. ദേവന്മാര്, മനുഷ്യര്, തിര്യജാതികള്. അപ്പോ ഈ ഗുണം ദോഷം ഈ ഭേദങ്ങളൊക്കെ ലോകത്തിൽ കാണപ്പെടുന്നത് കൊണ്ട് സമദർശനം ഉണ്ടാവാൻ വഴിയില്ല എന്നാണെങ്കിൽ തത്വവിചാരം കൊണ്ട് മനസ്സിനെ അടക്കുന്ന ഒരാൾക്ക് ഈ ഭേദമില്ലാതെയാവും. അത് അടക്കാൻ കഴിയാത്തവനോ ദേവൻ, മനുഷ്യൻ, ഘടം, പടം അല്ലേ, ഇങ്ങനെയുള്ള ഭ്രമം ഉണ്ടാവും. അപ്പൊ ഗുണദോഷങ്ങൾ ഉണ്ടാവും, സുഖദുഃഖങ്ങൾ ഉണ്ടാവും, പുണ്യപാപങ്ങൾ ഉണ്ടാവും. വിഹിത കർമ്മം ചെയ്യണം, വിഹിതം ചെയ്യാതിരിക്കണം, നിഷേധിച്ചിരിക്കുന്നത് ചെയ്യുക തുടങ്ങിയ കർമ്മഭേദങ്ങൾ. അതാണ് അകർമ്മം വികർമ്മം എന്നൊക്കെ ഉള്ളത്. കർമ്മം, വികർമ്മം, അകർമ്മം. അപ്പോ ഈ നാനാത്വ ബുദ്ധിയുള്ളവനെ ഇതൊക്കെ ബാധിക്കും. അപ്പോ വേദം എന്ന് പറയുന്നത് അറിവാണ്. ആ അറിവ് അറിവില്ലാത്തവന് കൊടുക്കാനുള്ള മരുന്നാണ്. അപ്പോഴാണ് അയാളിൽ അറിവുണ്ടാവുക. അറിവുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മരുന്ന് വേണ്ട എന്ന് പറഞ്ഞതുപോലെ വേദത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ആ യഥാർത്ഥമായ അറിവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തസ്മാൽ യുക്തേന്ദ്രിയഗ്രാമോ യുക്തചിത്ത ഇതം ജഗൽ ആത്മനീക്ഷസ്വ വിതതമാത്മാനം മയ്യധീശ്വരെ. തസ്മാൽ, അതുകൊണ്ട് യുക്തേന്ദ്രിയഗ്രാമ, ഇന്ദ്രിയ സമൂഹത്തെ അടക്കിയവനായി, യുക്തചിത്ത, മനസ്സിനെ ഒതുക്കി, ഇതം ജഗത്, ഈ ലോകത്തിനെ ആത്മനി ഈക്ഷസ്വ, ആത്മാവിൽ കാണണം എന്നാണ്. വിതതം ആത്മാനം, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആത്മാവിനെ, അധീശ്വരെ, എല്ലാത്തിനും നാഥനായിരിക്കുന്ന മയി ഈക്ഷസ്വ, എന്നിലും കാണ്. തത്വാലോചന ചെയ്യാതെ മനസ്സിനെ ചലിപ്പിക്കുന്നവന് സംസാര ദുഃഖമുണ്ടാവും. അതുകൊണ്ട് മനസ്സിനെ അടക്കുകയാണ് വേണ്ടത്.
ആ മനസ്സിനെ അടക്കാൻ, മനസ്സിൻ്റെ വിക്ഷേപങ്ങളെ ഒതുക്കാൻ, ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളായ ശബ്ദാദികളുടെ നേരെ വിടാതെ അതത് ഇന്ദ്രിയങ്ങളെ അതത് സ്ഥലത്ത് തന്നെ നിർത്തുക, അതിന് ചാഞ്ചല്യമില്ലാതെയാക്കുക. അപ്പൊ ഈ കാണപ്പെടുന്ന ലോകം മുഴുവൻ മനഃശാഞ്ചല്യം കൊണ്ട് ജീവാധിഷ്ഠാനത്തിൽ തോന്നുന്നതാണ് എന്ന അറിവ് മനുഷ്യനുറയ്ക്കും. അങ്ങനെ വരുമ്പോൾ അധ്യാസം കൊണ്ട് ലോകം കാണപ്പെടുന്നു എന്നല്ലാതെ അത് പരമാർത്ഥമല്ല എന്ന ഉറപ്പ് വരും. അങ്ങനെ വരുമ്പോൾ ആ അധ്യാസത്തിന് അധിഷ്ഠാനമായിരിക്കുന്ന ആത്മാവും എല്ലാത്തിനും നാഥനായി ഈശ്വരനെ കൂടാതെ വേറെയില്ല എന്ന് ഉറപ്പ് വരും. അതുകൊണ്ട് ലോകം നിന്നിലും നീ എന്നിലും ഇരിക്കണു എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. ഉദ്ധവ, ലോകം നിന്നിലിരിക്കണു, നീ എന്നിലിരിക്കണു. അപ്പൊ ലോകം എവിടെ ഇരിക്കണു? ഭഗവാനിലിരിക്കണു. അങ്ങനെ ഈ പരമാർത്ഥ ദർശനം ഉണ്ടാവുമ്പോൾ പരിച്ഛിന്നമായ ആത്മാവിൽ ഈ ജഗത്തിനെ എങ്ങനെ കാണാൻ സാധിക്കും എന്നുള്ളൊരു സംശയം ഇല്ലാതെയാവും. ആത്മാവിൽ പരിച്ഛിന്ന ബുദ്ധി ഉണ്ടാകുന്നത് ദേഹത്തെ ആത്മാവാണ് എന്ന് വിചാരിക്കുമ്പോഴാണ്. ദേഹവും ആത്മാവും ഒന്നല്ല, രണ്ടാണ്. ജ്ഞാനവിജ്ഞാന സംയുക്ത ആത്മഭൂത ശരീരിണാം ആത്മാനുഭവതുഷ്ടാത്മാ നാന്തരായേർ വിഹന്യത്തെ. ജ്ഞാനവിജ്ഞാന സംയുക്ത, ജ്ഞാനത്തോടും വിജ്ഞാനത്തോടും കൂടിയവനായി, ആത്മാനുഭവതുഷ്ടാത്മാ, ആത്മാനുഭാവത്തിൽ സന്തോഷിക്കുന്ന മനസ്സോടു കൂടിയവനായി, ശരീരിണാം ആത്മഭൂത അന്തരായേ ന വിഹന്യത്തെ, സകല ദേഹികളുടെയും ആത്മാവായി മാറിയവൻ വിഘ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ വിഘ്നങ്ങളാൽ ഹനിക്കപ്പെടില്ല. ഇങ്ങനെ തത്വചിന്തനം ചെയ്ത് കർമാദികൾ ചെയ്യാതിരിക്കുന്നവരെ ഉദ്ദേശിച്ച് ഇനി ദേവാദികൾ, ദേവന്മാർക്ക് വേണ്ടി പല കർമ്മങ്ങളും ചെയ്യണം എന്നാണ് പറയണത്. ആ കർമ്മങ്ങളൊക്കെ ചെയ്യാതിരുന്നാൽ ദേവാദികൾ നമ്മളെ ഉപദ്രവിക്കുകയോ വിഘ്നങ്ങൾ ഉണ്ടാവില്ലേ? സംശയം അല്ലേ? അപ്പൊ പറയുകയാണ്, ആത്മാനുഭവം ഉണ്ടാകുന്നത് വരെ അന്ധകരണ ശുദ്ധിക്ക് യോജിച്ച തരത്തിൽ വർണ്ണങ്ങൾ, ആശ്രമങ്ങൾ, അതിന് യോജിച്ച കർമ്മങ്ങൾ ഇതൊക്കെ അനുഷ്ഠിക്കണം. ആത്മജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാലോ പിന്നെ ഇതൊന്നും ആവശ്യമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ നാനാത്വ ബുദ്ധി ഉണ്ടാവില്ല. നാനാത്വഭാവന നശിക്കുമ്പോൾ ആത്മാവിനെ മാത്രം സത്യവസ്തുവായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ വന്നാൽ ആ ആത്മജ്ഞാനിയെ വേദവാക്യങ്ങൾ ബാധിക്കില്ല. അപ്പോൾ ആ വ്യക്തിക്ക് കർത്തവ്യം എന്ന രീതിയിൽ ഒരു കർമ്മവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ദേവന്മാരെ അവരെ ആക്രമിക്കില്ല. ദേവന്മാരുടെ വിഘ്നങ്ങൾ ഈ ആത്മജ്ഞാനിയിൽ പ്രവർത്തിക്കില്ല. തസ്യഹ ന ദേവാശ്ച ന ഭൂത്യ ഈശത്തെ ആത്മാഹ്യേവൈഷാം സ ഭവതീതി. ദേവന്മാർക്ക് അവരുടെ ഈശ്വരത്വം ഭാവിക്കാൻ കൂടി കഴിയില്ല ഇത്തരം ആളുകളുടെ അടുത്ത് എന്നാണ്. കാരണം സർവദേവന്മാരുടെയും ആത്മാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ ആത്മജ്ഞാനി. ആത്മപ്രേരണ കൊണ്ട് സകലതും പ്രവർത്തിക്കുന്നു. ആ പ്രേരകനായ അവൻ്റെ നേർക്ക് വേറെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ തത്വചിന്തനം ചെയ്ത് ആത്മജ്ഞാനം സമ്പാദിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മറ്റൊരു തരത്തിലുള്ള തടസ്സം, വിഘ്നങ്ങൾ, അപകടങ്ങൾ ഒന്നും അയാളെ ബാധിക്കുകയില്ല. ദോഷബുദ്ധ്യോ ഭയാതീതോ നിഷേധാന്ന നിവർത്തത്തെ ഗുണബുദ്ധ്യാച വിഹിതം ന കരോതി യഥാർഭക. അർഭക ഒരു ബാലനെ പോലെ എന്നാണ്. ഉഭയാതീത, ഗുണം ദോഷം എന്ന് രണ്ട് ഭാവനയും കടന്ന ആള് നിഷേധാൽ, നിഷേധത്തിൽ നിന്ന് നിവർത്തിക്കുന്നു. ദോഷബുദ്ധ്യാന, ദോഷബുദ്ധി കൊണ്ടല്ല, വിഹിതം കരോതി, വിഹിതത്തെ ആ വേണ്ട പോലെ ചെയ്യണു. ന ഗുണബുദ്ധ്യ, ഗുണബുദ്ധി കൊണ്ടുമല്ല, അർഭക യഥ, കുട്ടിയെ എന്നതുപോലെ. അപ്പൊ ജ്ഞാനിക്ക് വേദവിധിയുടെ ബാധയില്ലെങ്കിൽ ഇഷ്ടം പോലെ തോന്നിയത് കാണിക്കാം എന്നാണോ എന്നൊരു സംശയം തോന്നിയത് കാണിക്കാൻ മോഹിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകളുടെ ഉള്ളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജ്ഞാനം നേടിയിട്ടുള്ള ഒരാള്, യഥാർത്ഥ ജ്ഞാനി, ഗുണമെന്നും ദോഷമെന്നുമുള്ള ഭേദഭാവനയില്ലാത്തവനാണ്. രണ്ടിനെയും കടന്നിരിക്കുന്ന ഇയാൾ ദോഷമെന്ന ഭാവനയാൽ നിഷിദ്ധത്തെ വർജിക്കില്ല. ഗുണം എന്നുള്ള ഭാവന കൊണ്ട് വിഹിതത്തെ
നടത്തുകയും ചെയ്യില്ല. ഒന്ന് ചെയ്യേണ്ടതാണെന്ന് വിചാരിച്ചത് ചെയ്യില്ല, മറ്റത് ചെയ്യരുതാത്തതാണെന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കുകയും ചെയ്യില്ല. അപ്പം ഏതുപോലെ ഒരു കുട്ടിയെ പോലെ, കുട്ടികൾ അങ്ങനെയാണ് അല്ലേ? ദോഷകർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആ വാസന അവൻ്റെ അന്ധഃകരണത്തിൽ ഇല്ലാത്തത് കൊണ്ട് ദോഷകർമ്മം ചെയ്യാനുള്ള ബുദ്ധി ഉണ്ടാവില്ല. വാസനയാണ് ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കാരണമായിട്ട് തീരുന്നത്. ഇപ്പം ദോഷകർമ്മം നരകത്തെ ഉണ്ടാക്കും, അതുകൊണ്ട് അത് ചെയ്യരുത് എന്നുള്ള ഭയം കൊണ്ടല്ല, മറിച്ച് സ്വർഗാദി ഫലപ്രാപ്തി ഉദ്ദേശിച്ചുകൊണ്ട് സാധാരണ ആളുകൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ ഒരുപക്ഷെ ജ്ഞാനി ചെയ്തേക്കാം. അത് സ്വർഗം കിട്ടുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫലം അനുഭവിക്കണോ എന്നുള്ള വിചാരം കൊണ്ടല്ല. പിന്നെ എന്തിനാ? കേവല സംസ്കാരം കൊണ്ട് മാത്രം ലോകത്തെ അനുകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യാം. അപ്പോൾ അത് ഈശ്വര കൃത്യമാണ് അനുഗ്രഹിക്കുക എന്നുള്ളത്. അപ്പോൾ ലോകാനുഗ്രഹത്തിന് കാരണമായ കർമ്മങ്ങൾ ചെയ്യുന്നൊരു സംസ്കാര വിശേഷം കൊണ്ട് പ്രേരിപ്പിക്കപ്പെട്ടവനായി ആ കർമ്മങ്ങൾ ചെയ്യും. അല്ലാതെ ഈ കർമ്മം ചെയ്തത് കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടും എന്ന മൂഢധാരണ കൊണ്ടല്ല ചെയ്യുന്നത് എന്ന് ചുരുക്കം. ഞാനിത് ചെയ്യണു ഗുണബുദ്ധിയാലല്ല വിഹിതകർമ്മങ്ങൾ ചെയ്യണത്. ഏതുപോലെ ഒരു കുട്ടിയെ പോലെ. കുട്ടി ചിലപ്പോൾ ചെയ്തു എന്ന് വരും, ചിലത് ചെയ്യില്ല. അപ്പോൾ ഒന്ന് ചെയ്തു ഒന്ന് ചെയ്തില്ല, അത് അവനറിയില്ല, അവനത് ചെയ്തു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കണില്ല. മാനാപമാനങ്ങൾ കുട്ടിയെ ബാധിക്കണില്ല. എന്നിട്ട് പറയുകയാണ്, സർവഭൂത സുഹൃച്ഛാന്തോ ജ്ഞാനവിജ്ഞാന നിശ്ചയ പശ്യൻ മതാത്മകം വിശ്വം ന വിപദ്യേത വൈപുന. പറയണു ഭഗവാൻ, സർവഭൂത സുഹൃത്ത്, സർവഭൂതങ്ങളുടെയും സുഹൃത്തായി, കൂട്ടുകാരനായി, ശാന്തനായി, ജ്ഞാനവിജ്ഞാന നിശ്ചയ ശാസ്ത്രജ്ഞാനത്തോടും അനുഭവജ്ഞാനത്തോടും കൂടിയവനായി. ജ്ഞാനം ശാസ്ത്രജ്ഞാനം, വിജ്ഞാനം അതിൻ്റെ അനുഭവം. അങ്ങനെ സംശയരഹിതനായി തീരുന്ന ജ്ഞാനി വിശ്വം മതാത്മകം പശ്യൻ, ഈ ലോകത്തെ മുഴുവൻ ഞാൻ അല്ലെങ്കിൽ ഈശ്വരൻ ആയി കണക്കാക്കിക്കൊണ്ട്, ഭഗവാനാണ് പറയണത് മതാത്മകം, അങ്ങനെ കണ്ടിട്ട് പുന വിപദ്യേത വൈ എന്നാണ്. ആ ഭൗതിക നാശത്തിന് ശേഷം വീണ്ടും ആ ആപത്തിലേക്ക് എത്തില്ല എന്ന് നിശ്ചയം. സംസാര ദുഃഖാനുഭവത്തിന് കാരണമായ ജന്മം ഉണ്ടാവില്ല. ഇവിടെ ചെയ്യുന്ന കർമ്മഫലമായിട്ടാണ് നമുക്ക് പുനരപി ജനനം പുനരപി മരണം എന്നുള്ള വരുന്നത്. പക്ഷേ ജ്ഞാനിക്ക് സംസാര ദുഃഖാനുഭവത്തിൻ്റെ കാരണമായ ജന്മം അയാൾക്ക് ഉണ്ടാവില്ല. എല്ലാത്തിൻ്റെയും ആത്മാവായിരിക്കുന്ന ജ്ഞാനി എല്ലാവർക്കും സുഹൃത്തായിട്ടിരിക്കണം. ആത്മാനന്ദത്തിൻ്റെ അനുഭവത്തിൽ തൃപ്തനായി തീരുന്ന ആ ജ്ഞാനിക്ക് സുഖത്തിൽ വലിയ ആനന്ദമോ ദുഃഖത്തിൽ വേദനയോ ഉണ്ടാവില്ല. ഇപ്പം സുഖത്തിനോ ദുഃഖ നിവാരണത്തിനോ പ്രയത്നിക്കില്ല. നമ്മൾ പലയിടത്തുമായിട്ട് കേട്ടു, സുഖം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും, അതിനുവേണ്ടി കർമ്മം ചെയ്യുന്നുണ്ട്. ദുഃഖം വേണം എന്ന് ആരും ആഗ്രഹിക്കണില്ല, പക്ഷേ ആഗ്രഹിക്കുന്ന സുഖം പലപ്പോഴും കിട്ടുന്നില്ല. വിചാരിക്കാത്ത ദുഃഖം നമ്മുടെ അടുത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇവിടെ പറയണു, അന്ധക്കരണം അടങ്ങിക്കഴിഞ്ഞാൽ, മനസ്സ് ഒതുങ്ങുമ്പോൾ നിർവ്യാപാരനായി മാറും ജ്ഞാനി. ഒരു പ്രവൃത്തിയും അയാൾക്ക് ഉണ്ടാവില്ല, ശാന്തനായിട്ട് തീരും. അപ്പോൾ വേദാന്ത വാക്യാർത്ഥ ജ്ഞാനവും അനുഭവവും വന്നതുകൊണ്ട് ലോകത്തിലെ ആഡംബരത്തിന് കാരണമായ ഒരു കർമ്മത്തിലും അയാൾ ചെന്നുപെടില്ല, അതിലയാൾ ഭ്രമിക്കുന്നില്ല എന്ന് ചുരുക്കം. ഈ കാണപ്പെടുന്ന ലോകം ഈശ്വരൻ തന്നെയാണ്, ഈശ്വരനിൽ നിന്ന് ഭിന്നമല്ല. അപ്പോൾ ഈ നേത്രാദി ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഒക്കെ ഈശ്വരൻ്റെ സുസ്പഷ്ടമായ ശരീരം തന്നെയാണ് എന്ന് വിചാരിച്ച് സമഭാവനയോടുകൂടി കാണുന്നതൊക്കെയും ആ ഈശ്വരൻ എന്ന നിലയിലേക്കെത്തും ഈ ജ്ഞാനിയുടെ കണ്ണ്. അത് കണ്ണു മാത്രമല്ല, ശ്രോത്രേന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ ഉറപ്പിക്കും ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെ. അങ്ങനെ ജ്ഞാനിയുടെ ഈ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ശരീരം പ്രാരബ്ധത്തിൻ്റെ അവസാനത്തിൽ നശിച്ചാൽ പിന്നെ ആ സംസാര ക്ലേശത്തിനുള്ള ബീജം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ജന്മം ഇല്ലാതെയായിട്ട് തീരുന്നു. ഇപ്പം ശിശുബ്രഹ്മർഷി പറയുകയാണ്, ഇത്യാദിഷ്ടോ ഭഗവത
മഹാഭാഗവതോ നൃപ ഉദ്ധവ പ്രണിപത്യാഹ തത്വജിജ്ഞാസുരച്യുതം. 12 ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാൻ ഇത്തരത്തിൽ ആദ്യം ഉപദേശിച്ചിങ്ങനെ നിർത്തിയപ്പോൾ ശിശുബ്രഹ്മർഷി പറയുകയാണ്, ഭഗവത ഇതി ആദിഷ്ട, ഭഗവാനാൽ ഇപ്രകാരം കൽപ്പിക്കപ്പെട്ട മഹാഭക്തനായ ആ ഉദ്ധവൻ അച്യുതം പ്രണിപത്യ, ഭഗവാനെ നമസ്കരിച്ചിട്ട് തത്വജിജ്ഞാസു, തത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവനായിട്ട് ഭഗവാനോട് ഭഗവാനോട് പറഞ്ഞു എന്നാണ്. ശ്രീകൃഷ്ണനെ നമസ്കരിച്ചു. മഹാഭക്തനായ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭൃത്യനായ പ്രധാനമന്ത്രിയായ ആ ഉദ്ധവൻ, തത്വം അറിയാൻ ആഗ്രഹിക്കുന്ന തത്വജിജ്ഞാസു ആയിരിക്കുന്ന ആ ഉദ്ധവൻ ഭഗവാനോട് പറഞ്ഞു. ഭഗവത് പാദഭക്തി കൊണ്ട് അന്ധക്കരണശുദ്ധിയില്ലാതെ തത്വജ്ഞാനത്തിൽ ശ്രദ്ധ ഉണ്ടാവില്ല. ഉദ്ധവൻ മഹാഭക്തനാണ്, അതുകൊണ്ടാണ് തത്വജിജ്ഞാസു ആയി മാറിയത് എന്നാണ്. ചോദിക്കുന്നവൻ ശുദ്ധാന്തക്കരണനും അറിയണമെന്നുള്ള ആശ തീവ്രമായുള്ളവനുമാണ്. അപ്പോൾ ഉത്തരം പറയുന്ന ഗുരുവോ ആത്മജ്ഞാനിയും സാക്ഷാൽ ഭഗവാന് തുല്യനുമായിരിക്കണം. ജ്ഞാനി ത്വാത്മൈവ മേ മതം, ജ്ഞാനിയും ഞാനും ഒന്ന് തന്നെ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം ഇവിടെ ബ്രഹ്മോപദേശം ചെയ്യാൻ യോഗ്യത സിദ്ധിച്ചിട്ടുള്ള ഗുരു, അതാണ് ഭഗവാൻ. ആ ഗുരു ഈശ്വരതുല്യനെന്ന് വിശ്വസിക്കുന്നതിലും പറയുന്നതിലും ദോഷമില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ദൃഢമായ ഒരു ബോധം, ഒരറിവ് ഉള്ളവന് മാത്രമേ ഗുരുവിൻ്റെ ഉപദേശം വേണ്ടതുപോലെ ഹൃദയത്തിലേക്ക് കടക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ആ ഉദ്ധവൻ്റെ ചില ചോദ്യങ്ങളാണ്. ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യം ഈ ത്യജിക്കുക എന്നുള്ളത്. ഭഗവാനെ അവിടുന്ന് പറഞ്ഞു എല്ലാം ഉപേക്ഷിക്കണം, ത്വം തു സർവം പരിത്യജ്യ എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഭഗവാനെ എല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? അത് സാധാരണ ആളുകൾക്ക് അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിനുള്ള വഴി കൂടി ഉപദേശിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ ഭാഗത്തിലേക്കാണ് നമുക്കിനി നാളെ എത്തിച്ചേരാനുള്ളത്. അപ്പോൾ ഉദ്ധവൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഭഗവാൻ 24 ഗുരുക്കന്മാരെ കുറിച്ച്, അല്ലെങ്കിൽ ദത്താത്രേയ ഗീത എന്നുള്ള ഭാഗം പറയുക. ആ ഭാഗങ്ങളിലേക്കൊക്കെ നമുക്ക് നാളെ എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി, ആഗ്രഹത്തോടുകൂടി, ഭഗവാന്റെ അനുഗ്രഹത്തിനായി ശിരസ്സു കുനിച്ചുകൊണ്ട് ഈ അക്ഷര പൂക്കളെ ഭഗവാന്റെ തന്നെ ചരണാരവിന്ദങ്ങളിൽ, പാദപത്മങ്ങളിൽ, ആ കാലടികളിൽ സ്നേഹാദരങ്ങളോടുകൂടി സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമല മഥനി
പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ.
കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.